ഞാൻ അവിടെ ചെന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം. ഇത്രയധികം ജനങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. അവിടെ ഒരു പുരുഷനെന്നോ ഒരു സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പാരയായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അൻസിബയുടെ കൂടെ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പരക്കെ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ, സൗഹൃദത്തിലിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു കഴിയുമ്പോൾ വെട്ടി തുറന്നു വിളിച്ച് പറയുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയേ അല്ല. ഞാൻ പറയുന്നത് പെൺകുട്ടികളായാലും ഇപ്പോൾ കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരെ പേടിച്ചിട്ടോ വീട്ടുകാരെ പേടിച്ചിട്ടോ ഒന്നും നമ്മുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രേണുസുതി, ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. എത്ര എന്താ പറയുക സന്തോഷത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും ആ കുട്ടി ജീവിച്ചതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നേരെ തിരിഞ്ഞു മറിഞ്ഞു. മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരു ഭയങ്കര ഹാപ്പി മൂഡിലൊരു പാട്ട്, മഞ്ഞും മധുമാരിയും തൂകും മേഘമേ നളിനവനം പോകും രാജഹംസമേ. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സിംഗറാണ്, ഒരു ആക്ടറാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്. വെൽക്കം മനീഷ ചേച്ചി. താങ്ക് യു വെരി മച്ച്. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? നല്ല വിശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്തിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് ചിരിക്കുന്ന മുഖമാണ്, എന്ത് ഐശ്വര്യമുള്ള മുഖമാണ്. ആണോ? അല്ല, അങ്ങനെ ആദ്യമായിട്ടും ആയിരിക്കില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര പോസിറ്റീവായി. പിന്നെ പുതിയ വർക്കുകളും കാര്യങ്ങളൊക്കെ? പുതിയ വർക്കുകൾ ഞാൻ നാദൃഷയുടെ ഒരു മാജിക് മഷ്റൂം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിലൊരു മുഴുനീള കഥാപാത്രമായിരുന്നു. പിന്നെ ദൃഢം എന്ന് പറഞ്ഞ ചിത്രത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേഷം എന്ന് പറയുന്നത് മഴ തോരും മുൻപേ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ജോയ്സി സാറിന്റെ വർക്കിൽ ഗ്രേസമ്മ എന്ന് പറഞ്ഞു. ഗ്രേസമ്മ എന്ന് പറഞ്ഞപ്പോ ഇപ്പോ ആ ക്യാരക്ടർ, ആ മഴ തോരും മുമ്പേ എന്നുള്ള സീരിയലും ആ ക്യാരക്ടറും ചേച്ചിന്റെ ക്യാരക്ടറൊക്കെ ആ പേരിലാണ് ഇപ്പൊ ചേച്ചിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഗ്രേസമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. അതിലേക്ക് കയറിയത് എങ്ങനെയായിരുന്നു ചേച്ചി? അതിലേക്ക് കയറിയത് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ക്യാമറാമാൻ ജെറി സീ കേരളയില് മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞൊരു സീരിയൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജെറി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ പ്രോജക്റ്റ്. അപ്പം അതിനകത്തൊരു നല്ലൊരു വേഷം ഉറപ്പായിട്ടും ചേച്ചിക്ക് ഉണ്ടാവും എന്ന് അന്ന് തന്ന വാക്കാണ്. ജോയ്സി സാറിന് എന്നെ അറിയില്ല, ജോയ്സി സാറിന് എന്നെ അത്ര പരിചയമില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം മനീഷ ചേച്ചി ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെറിയാണ്. അത് കഴിഞ്ഞ് പിന്നെ മനു ജോയ്സി ആണെങ്കിലും ജോയ്സി സാറാണെങ്കിലും ഒക്കെയും പിന്നെ ബിനു വെള്ളത്തൂവൽ അതിൻ്റെ ഡയറക്ടർ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗ്രേസമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ രൂപപ്പെടുന്നത്. പിന്നെ ഒബ്വിയസ്ലി ചാനലിന്റെ ഒരു സപ്പോർട്ടുണ്ട്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന എന്താ പറയാ, ഈ ഇത്ര കണ്ട ലോക മലയാളികൾ എല്ലാവരും വാച്ച് ചെയ്യുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റില് ഒരു സീരിയലിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനപ്രീതി എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇപ്പൊ നമ്മൾ ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയുടെ ഭാഗമാവാണ്. തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ഏത് ചാനലിലാണെങ്കിലും സ്വീകരണ മുറികളിൽ ഒരു അലവസരവും ഇല്ലാതെ നമ്മൾ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മീഡിയാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ആദ്യം ഉണ്ടായ ഒരു മീഡിയ എന്നുള്ള നിലയിൽ ആ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് എല്ലാ ജനങ്ങളുടെ ഇടയിലും ഏഷ്യാനെറ്റിനുണ്ട്, ഒരു ജനകീയത ഏഷ്യാനെറ്റിനുണ്ട്. ഞാൻ പിന്നെ ഒരു ഏഷ്യാനെറ്റ് മുൻകാല ഒരു സഹപ്രവർത്തക കൂടിയാണ്. ഏഷ്യാനെറ്റിന്റെ ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള ഈ റിയാലിറ്റി ഷോസ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ വളരെ വളരെ മുന്നേ ഉള്ള ഒരു പരിപാടിയായിരുന്നു വോയിസ് ഓഫ് ദി വീക്ക് എന്ന് പറയുന്നത്. അത് കൃഷ്ണേന്ദ്രൻ ചേട്ടനായിരുന്നു അത് ചെയ്തിരുന്നത്. അതിന്റെ കൂടെ ഞാനായിരുന്നു. അതെ അതെ, അതിന്റെ ഫസ്റ്റ് ഏഷ്യാനെറ്റില് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃഷ്ണേന്ദ്രേട്ടനോടൊപ്പം ഞാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ദുബായിലേക്ക് പോയി. പിന്നെ ഏഷ്യാനെറ്റിന്റെ റേഡിയോ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായി മാറി. അങ്ങനെ ഏഷ്യാനെറ്റുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരാളാണ്. അത് ഭയങ്കര സന്തോഷം. പിന്നെ ബിഗ് ബോസിലോട്ടായിരുന്നു സീസൺ 5. അതെ, സീസൺ 5 എത്തി. അതൊക്കെ തീർത്തും അവിചാരിതമായിട്ടുള്ള ഓരോ എത്തിപ്പെടലുകൾ. നമ്മുടെ ജീവിതത്തിൽ ചില ഡെസ്റ്റിനീസ് ഉണ്ട്, അല്ലേ? അപ്പം അങ്ങനെ
ഇപ്പോൾ ചേച്ചി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തന്മാത്രയാണ് ആദ്യത്തെ സിനിമ അല്ലേ? തന്മാത്രയല്ലേ? തന്മാത്ര, പിന്നെ രസതന്ത്രത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന മാജിക് മഷ്റൂം ആണ്. ദൃഢമാണ് ലാസ്റ്റ് വന്നത്. ഓക്കെ. അപ്പോൾ ചേച്ചി സെയിം ടൈം സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീരിയലിന് ഇപ്പോൾ നമുക്ക് പൊതുവേ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് കയറാൻ വലിയ പാടാണ്, നമുക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടില്ല, സീരിയലിൽ അഭിനയിക്കുന്നവരെ ആ ഒരു കാറ്റഗറിയിലാണ് പിന്നെ ആൾക്കാർ കാണുക, പിന്നെ സിനിമയിലേക്ക് നമുക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ വിളിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിനകത്തുള്ള ഒരു വാസ്തവം എന്താണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താ? ഇപ്പോൾ ബാലൻ എന്ന് പറഞ്ഞ ചിത്രം ഞാൻ ഇന്നലെയാണ് പോയി കണ്ടത്. അയ്യോ, ചിദംബരത്തിന്റെ അതിഗംഭീരമായ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും വളരെ മനോഹരം, അതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അയ്യോ എല്ലാം കൊണ്ടും എന്താ പറയാ, മലയാളികൾക്ക് അഭിമാനിക്കത്തക്ക ഒരു ചിത്രം തന്നെയാണ് ബാലൻ. അപ്പൊ ബാലനില് എൻ്റെ കൂട്ടുകാരി കൂടിയായ ബീന ആന്റണി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അസലായിട്ട് ഒരു ഗംഭീര ഒരു കഥാപാത്രമാണ് ബീന ചെയ്തത്. അപ്പൊ ബീനയുടെ ഇന്റർവ്യൂകളിലൊക്കെ ബീന പറയുന്നതായിരുന്നു, സീരിയലുകളിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സീരിയലിലെ ഈ എന്താ പറയാ ഭാവങ്ങൾ അവതരിപ്പിച്ച്, അപ്പോൾ ആക്ടിങ് ഭയങ്കര ഓവറാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും മാറ്റി നിർത്തുന്നത്. അത് സത്യമാണത്. ഞാനിപ്പം രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഞാനിപ്പോൾ മാജിക് മഷ്റൂം അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെയും സീരിയലിൽ അഭിനയം വേണ്ട ഇവിടെ എന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുന്നത്, ഒരു ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യുന്നത്. ഇപ്പം സീരിയൽ തന്നെയാണ് മഴതോരും മുൻപേ. പക്ഷെ മഴതോരും മുൻപേ സീരിയൽ പാറ്റേൺ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. സീരിയലിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് 1000-2000 എപ്പിസോഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഓരോ ദിവസവും അടുത്ത എപ്പിസോഡിലേക്ക് ജനങ്ങളെ ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിപ്പിക്കേണ്ട ഒരു ബാധ്യത ഓരോ സീരിയലിലെ അഭിനേതാക്കൾക്കും ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ഓവറായിട്ട് ചെയ്താലേ നാളെ എന്തായിരിക്കും എന്നുള്ളൊരു ത്വര ഉണ്ടാവുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് തീരുന്നൊരു കഥയാണ്. അവിടെ നമ്മൾ സ്വാഭാവികമായും ചെയ്താൽ മതി. അത് ജനങ്ങളിലേക്ക് കാലാകാലം ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളായിട്ട്, ഇപ്പം ഈ പറയുന്ന എല്ലാ സിനിമയിലെ അഭിനേതാക്കളും ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മളൊക്കെ എത്രയോ ഇപ്പോഴും ഓർത്തിരിക്കുന്നു, പല ഡയലോഗുകളും നമ്മൾ പറയുന്നത്. പക്ഷെ സീരിയൽ അങ്ങനെയല്ല, പലതും നമ്മൾ മറന്നു പോകും. അപ്പം അത് അടുത്ത ദിവസത്തിലെ ഉദ്യോഗഭരിതമായ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു സംഗതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് ഓവറായിട്ട് ചെയ്താൽ തന്നെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടലുകളും അത്തരം കമ്പാരിസൺസും ഒക്കെ തീർച്ചയായിട്ടും സീരിയൽ സിനിമാ രംഗത്തുള്ള അഭിനേതാക്കൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നല്ല അഭിനേതാക്കൾക്ക് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടായിക ഒക്കെ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ സെയിം ടൈം ഇപ്പോൾ മനീഷ ചേച്ചി ഉൾപ്പെടെ, ലെന, പിന്നെ നമ്മുടെ ആശാ ശരത്ത്, പിന്നെ നമിത, അങ്ങനെ കുറെ ആൾക്കാര് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീരിയലിലെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് നമുക്ക് ഇപ്പൊ സിനിമയിൽ അവസരം വന്നാലും ഒരുപക്ഷെ ചെയ്യാൻ പറ്റണം എന്നില്ല. അല്ല, അതില് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് പരിചിതമായ ഒരു മുഖം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞതുപോലെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അവരുടെ മുഖത്ത്, അവരുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളൊരു തോന്നല് സ്വാഭാവികമായിട്ട് ഒരു സിനിമ എടുക്കുന്ന ഡയറക്ടറിനുണ്ടാവും. നിങ്ങളിപ്പോ ഗ്രേസമ്മ എന്ന് പറഞ്ഞൊരു കഥാപാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ എന്റെ ക്യാരക്ടറിനെ ചെയ്യുമ്പോഴും അവർക്ക് ആ ഗ്രേസമ്മയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മള് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ഓരോ ക്യാരക്ടേഴ്സും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത ഉൾക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം തട്ടിമുട്ടിയിലെ വാസവദത്തെ അല്ല മഴതോരും മുൻപേലെ ഗ്രേസമ്മ, മഴതോരും മുൻപേലെ ഗ്രേസമ്മയല്ല പൂക്കാലം വരവായിലെ സൗദാമിനി അപ്പച്ചി, പൂക്കാലം വരവായിലെ സൗദാമിനി അപ്പച്ചി അല്ല മധുര നൊമ്പരക്കാറ്റിലെ മറ്റേ ക്യാരക്ടർ. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഡയറക്ടർ എന്താ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ കഥ എന്താ ആവശ്യപ്പെടുന്നു, ചാനൽ എന്താ ആവശ്യപ്പെടുന്നു. ഇപ്പം ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ജനങ്ങളുടെ മുന്നിലെത്താൻ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല. റിച്ച് ആവണമെന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതൊക്കെ. വീടുകളിൽ പോലും സാരി. അതെ. അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ തെലുങ്ക്, കന്നഡ ഭാഗങ്ങളിലുള്ള സീരിയലുകൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് മലയാളം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ ആ കഥ ആണ് ഇവിടെ നമ്മൾ തർജ്ജിമ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ആ കഥയുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ആ രീതിയിൽ തന്നെ ഡ്രസ്സ് വേണം, ആ രീതിയിലുള്ള ഒരു ചുറ്റുപാട് വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെ ഇപ്പോൾ വേറെ ഒരു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് സീരിയലിലെ കഥ കൊണ്ടുവരുമ്പോഴും പക്ഷെ ഇവിടുത്തെ കൾച്ചറും അനുസരിച്ച് അപ്പൊ അതിനൊരു മാറ്റം വരേണ്ടതല്ലേ? മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരുപാടൊന്നും
കാണാറുണ്ടല്ലോ സീരിയലുകളൊക്കെ, പലപ്പോഴും അങ്ങനെ അധികം ഒന്നും വരാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇനി സീരിയലുകൾ മലയാളത്തിൻ്റെതായ കേരളത്തിൻ്റെതായ കഥകൾ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, തർജ്ജമ ചെയ്യപ്പെടാതെ. ഇപ്പം ഇതിലൊരു കോളിളക്കം, ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്ര കാലവും മലയാളത്തിലേക്ക് പല ഭാഷകളിൽ നിന്നും തർജ്ജമ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴതോരും മുൻപേ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് വേറെ ഭാഷകളിലേക്ക് പോകാൻ പോകുന്ന ഒരു സീരിയലാണ്. അതൊരു പാൻ ഇന്ത്യൻ ഒരു സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാൻ പാകത്തിന് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. വളരെ അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ. ഇപ്പോൾ തട്ടിയും മുട്ടിയും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീരിയലായിരുന്നു. വളരെ പ്രേക്ഷക സ്വീകാര്യത കിട്ടിയതുമാണ്. അപ്പോൾ അതിൽ സാഗറിന്റെ അമ്മയായിട്ടാണ് അല്ലെ, സാഗർ സൂര്യന്റെ അമ്മയായിട്ടാണ് ചേച്ചി അഭിനയിച്ചത്. അതിനകത്ത് ആദ്യം എന്നാണ് സാഗറിന്റെ അതിനകത്ത് പേര്. അതെ. പിന്നെ അപ്പോൾ സാഗർ ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അമ്മ മകൻ, നിങ്ങളുടെ ബിഗ് ബോസിൽ കാണുമ്പോൾ ആണെങ്കിൽ പോലും ഒരു അമ്മ മകൻ കോംബോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഗറിന്റെ ഈ വളർച്ചയെ എങ്ങനെയാണ് നോക്കിയാണ്? അയ്യോ, തീർച്ചയായിട്ടും ഒരു അമ്മ ഒരു മകന്റെ വളർച്ചയെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് എനിക്ക്. ഞാൻ ഐ ആം സോ പ്രൗഡ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അവന് വേണ്ടി. ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരുപാട് അങ്ങനെ കോണ്ടാക്റ്റിൽ ഉണ്ടാവാറില്ലെങ്കിൽ കൂടിയും എന്നെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയും ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ, അമ്മ എവിടെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു ഉത്തരവാദിത്ത ബോധം സാഗറിനുണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കുക. അപ്പം ഞാൻ മറന്നുപോയാൽ പോലും അവൻ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, സുഖല്ലേ, ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അവൻ ഇത്ര വളർന്നാലും അവൻ ആ ഭൂമി തൊട്ട് തന്നെ ജീവിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മൾ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ പല കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. ഒരു കയറ്റത്തിൽ നമ്മൾ അഹങ്കരിക്കാതെ അപ്പുറത്തൊരു താഴ്ചയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരോടും സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയാ നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത്, അല്ലെ? ചേച്ചി ബിഗ് ബോസ് സീസൺ 5 പങ്കെടുത്ത ആളാണ്. അപ്പോൾ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും എന്ന് പറയുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് ശേഷവും എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഇത്ര കോടി ജനങ്ങളിലേക്ക് എത്തിയ ഒരൊറ്റ ഷോ അത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസിനെ എതിർക്കുന്നവർ പോലും ബിഗ് ബോസ് കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എതിർക്കാൻ വേണ്ടി കാണാറുണ്ട്. അല്ല, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒക്കെ പറയുന്ന ആൾക്കാർ പോലും ബിഗ് ബോസിന്റെ പല ഷോർട്സ് പോലും കാണാറുണ്ട്. ആരൊക്കെയാണ് ബിഗ് ബോസിലുണ്ടായിരുന്നതെന്നൊക്കെ അറിയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗമനോദ്ദേശം, ഞാൻ അവിടെ ചെന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം, ഇത്രയധികം ജനങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ബിഗ് ബോസിലേക്ക് എത്തിയത്. അല്ലാതെ അവിടെ തല്ലുകൂടാനോ ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കാനോ പിടിയുണ്ടാക്കാനോ ഒന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ആ മത്സരത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നതാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കോൺഫ്ലിക്ട്സും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയും ഉണ്ട്. വ്യക്തിബന്ധങ്ങളെ ബാധിക്കുമോ? അങ്ങനെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു യഥാർത്ഥ രൂപം കാണുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തോണമെന്നില്ലല്ലോ. നമ്മളെ എതിർക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ആ എതിർപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു മോശമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര അഭിനയിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ആ അഭിനയത്തിൽ നിന്ന് മാറി നമ്മുടെ ഒരു പുറം ചട്ട പൊളിഞ്ഞ് പുറത്തേക്ക് വരും എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അതെ. ഇപ്പോഴും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ അവര് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാറുണ്ട് എന്ന്. പിന്നെ കോൺഷ്യസ് ആയിട്ട് ഇരുന്നാലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് പൊതുമധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മളൊരു മാന്യത കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും, ഓരോ മനുഷ്യന്റെ, അതിപ്പോൾ ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അങ്ങനെയല്ല, എല്ലാം മനുഷ്യന്റെയും ബാധ്യതയാണ്. നമ്മൾ വീട്ടിലെടുക്കുന്നത് പുറത്ത് കാണിക്കരുത്. ഭംഗ്യന്തരേണ എന്നൊക്കെ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഗോപ്യമായിട്ട് വെക്കുക തന്നെ വേണം. എല്ലാം നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നത്, പിന്നെ നമ്മളെ പബ്ലിക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാൻ വേണ്ടിയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതും ഇടുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് പല അഭിപ്രായങ്ങളും വരും. പക്ഷേ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കുറച്ച് മാന്യമായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്കൊരു വിയോജിപ്പുള്ളത്. എന്ത് പറയാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ അവകാശവും ഓരോ മനുഷ്യനും ഉണ്ട്. പക്ഷെ ആ പറയുന്നത് കുറച്ച് മാന്യത, പലരും പരാജയപ്പെട്ടു പോകുന്ന അവിടെയാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ചേച്ചി ഇപ്പോൾ ആത്മ എന്ന് പറയുന്ന
സംഘടനയിലൊക്കെ ജോയിൻ ചെയ്തത് കേട്ടു. ഇപ്പൊ അടുത്താണെന്ന് തോന്നുന്നു. അതെ, ഞാൻ വളരെ റീസെന്റ് ഇപ്പം ഈ കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. 5 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിൽ ജോയിൻ ചെയ്യാനൊരു തോന്നിയത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ 5 വർഷം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തത്. കാരണം വളരെ നല്ല ഒരു സംഘടന, അച്ചടക്കത്തോടു കൂടിയും പരസ്പരം സ്നേഹത്തോടും, പിന്നെ 4 പേരുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെയും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ചട്ടിങ്കലയെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അതെല്ലാം മറന്ന് അതെല്ലാം പുറത്ത് എല്ലാവരും ഒന്നിച്ച് കൂട്ടായ്മയോടുകൂടി എന്താ പറയുക പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ആത്മയിൽ എനിക്ക് ചെന്ന് ആ ഒരു ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടി നേരത്തെ ഞാനിതിൽ ജോയിൻ ചെയ്യണമായിരുന്നു എന്ന്. ചേച്ചി അമ്മയിലുണ്ടോ? ഇല്ല, അമ്മയിലില്ല. ഇപ്പോൾ നമ്മൾ കുറെ ദിവസങ്ങളായി കേട്ടോണ്ടിരിക്കുകയാണ് അമ്മയിൽ ഓരോ വിഷയങ്ങളെ പറ്റി. ഇപ്പൊ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 17 അംഗ സമിതി പാനലൊക്കെ രൂപീകരിച്ചതാണ്. പക്ഷെ അവരുടെയൊക്കെ ഒരു കൂട്ടരാജ്യം നമ്മളിപ്പോൾ കണ്ടു. അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ള? ആക്ച്വലി അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ളൊരു റൈറ്റ് എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ അപ്പൊ മാറി നിന്ന് ഒരു കാണി എന്നുള്ള നിലയിൽ ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ അതൊക്കെ കാണുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളൊരു അഭിപ്രായം. ഇതില് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സ്ത്രീകളെ മുഴുവൻ പുറത്തിറക്കുക എന്നുള്ളൊരു അജണ്ടയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് എന്താ പറയാ പാരയാകുന്ന ഒരു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ അവിടെ ഒരു പുരുഷനെന്നോ ഒരു സ്ത്രീയെന്നോ വ്യത്യാസമില്ല. അത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പാരയായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അൻസിബയുടെ കൂടെ തന്നെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വകാര്യതകൾ ഉണ്ടാവാം. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പരക്കെ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ സൗഹൃദത്തിലിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു കഴിയുമ്പോൾ വെട്ടി തുറന്ന് വിളിച്ച് പറയുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയേ അല്ല. നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിൽ സൗഹൃദത്തിൽ ഇരിക്കുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പിണങ്ങുമ്പോൾ ഞാൻ വിളിച്ച് പറയുക എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് എന്നെ ബാധിക്കാത്തൊരു വിഷയമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പുറത്ത് സംസാരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതെൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇതിലോ അത് ബാധിക്കാത്തടത്തോളം കാലം അത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അൻസിബ എന്ന് പറയുന്ന കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആ കുട്ടിയുടെ പക്വമായിട്ടുള്ള മറുപടികൾ, സംഭാഷണങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് ആ കുട്ടിയാണ് ശരി എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. പിന്നെ അത് മാത്രമല്ല, വളരെ മോശപ്പെട്ട രീതിയിൽ കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചിലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ പുറത്തേക്ക് വരുമ്പോൾ എന്തിന് നിങ്ങളത് അന്വേഷിക്കണം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്കുണ്ട്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അത് അവളുടെ വ്യക്തിപരമാണ്. ഒരു സുഹൃത്തുണ്ടാവുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ അതൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. ആ കാരണങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിന് ശല്യമാവുന്നില്ല എങ്കിൽ എന്തിന് നമ്മളത് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ നമ്മൾ ഒരു മാധ്യമത്തിലിരുന്ന് ചർച്ച ചെയ്യേണ്ടത് ആ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ്. അല്ലാതെ പേഴ്സണലി അവരെന്തായിരുന്നു ഏതായിരുന്നു എന്നുള്ളതല്ല. ആ സംഘടനയിൽ എന്തായിരുന്നു സംഭവിച്ചത്, ആ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് വ്യക്തിപരമായിട്ട് അവരോട് വൈരാഗ്യമുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അതെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എന്തായാലും ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അല്ലേ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇറ്റ്സ് നോട്ട് പേഴ്സണൽ. അപ്പോൾ അത് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതിന് തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോടതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. കോടതിയിൽ പോയി നമുക്ക് ഒരു കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് അത് ആ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. അതല്ലേ കുറച്ചും കൂടെ മാന്യത എന്ന് പറയുന്നത്. എന്തായാലും പുതിയൊരു ad hoc കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അതെ. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഓരോ ഇപ്പം രാഷ്ട്രീയം എടുത്താലും നമ്മൾ ഓരോ എന്താ പറയുക പുതിയ നേതാക്കന്മാർ വരുമ്പോഴും നമ്മുടെ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നേതാക്കന്മാർ പ്രവർത്തിച്ചാലേ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്കും ഉയരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആരും വന്നോട്ടെ, ആര് വന്നാലും ആ ഭരണം എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്, അതിലാണ് കാര്യം. അല്ലാണ്ട് ഇന്ന ആള് വന്നാൽ അത് നന്നാവും എന്ന് അങ്ങനെയല്ല. ഭരണം എങ്ങനെയാവുമോ
അതിനനുസരിച്ചിട്ടേ സംഘടനയ്ക്കായാലും ജനങ്ങൾക്കായാലും എന്തിനാണെങ്കിലും ഒരു എന്താ പറയുക ഒരു ഉന്നമനം നമുക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പ്രതീക്ഷകൾ മാത്രമായിട്ട് അങ്ങനെ ഇരിക്കാന്നേ ഉള്ളൂ. അതെ 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 ചേച്ചി, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയുണ്ട്. അതായത് ആറ്റുകാലിൽ ഭർത്തൃപീഡനം കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരു 27 വയസ്സുള്ള കുട്ടിയാണ്. ഇതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട് വിസ്മയ എന്ന് പറയുന്നൊരു കുട്ടീനെ പറ്റി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നമ്മൾ ഇതിലിപ്പോൾ അതിപ്പോൾ വേറിട്ട് നിൽക്കുന്ന കഥയൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതിപ്പം ഞാൻ പെൺകുട്ടികളെ മാത്രമല്ല, ഇപ്പോൾ ഇതേ അടുത്ത് തന്നെ ഒരു കേതൽ എന്ന് പറഞ്ഞ കുട്ടീനെ തള്ളിയിട്ട് ഇത് ആണിനും പെണ്ണിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പണത്തിനോട് മാത്രം ആകർഷണവും ആർത്തിയും വന്ന് തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങളുടെ ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഗതി ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സംസ്കാരം മാറ്റി വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കുണ്ടൊരു മകൻ, എനിക്കുണ്ടൊരു മകള്. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കയറി വരുന്ന കുട്ടിയെ നീ എത്രത്തോളം സ്നേഹത്തോടു കൂടി നോക്കുന്നു അത്രത്തോളം സ്നേഹത്തോടു കൂടി ആ കുട്ടി തിരിച്ചും തരും. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ വാതിൽ എന്നും തുറന്നിട്ടിരിക്കും, മുതലക്കണ്ണീരൊഴുക്കി ഇങ്ങോട്ട് വരണ്ട, ജെനുവിനായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ധൈര്യമായിട്ട് പറയാം. നാട്ടുകാർക്ക് വേണ്ടിയല്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്. എൻ്റെ മക്കൾ അനുഭവിക്കുന്ന വേദന പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി നിൽക്കാൻ തീർച്ചയായിട്ടും സന്നദ്ധരായ മാതാപിതാക്കൾ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ പലപ്പോഴും ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛനോട് പറഞ്ഞാൽ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടതല്ലേ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും? നോ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത്. നാട്ടുകാർ പലതും പറയും, നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നാട്ടുകാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഒരു പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം പിന്നെ അവരുടെ വീട്ടിൽ പറയാൻ ഒരു സ്പേസ് ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഇതിനകത്ത് ഇപ്പൊ ഈ ആറ്റുകാലിൽ നടന്ന ആ സംഗതിയിൽ ആ കുട്ടി പലപ്പോഴും അമ്മയോട് ഇതിന്റെ വിഷമങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്, അല്ലേ? ഒരു ബന്ധു അങ്ങനെയാണ് പറഞ്ഞത്, അമ്മ അങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് അതിന് നേരത്തെ ഒരു ആക്ഷൻ ഇവർ എടുക്കാത്തത്? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്നത്, ഒരടി ഒരു തവണ കിട്ടിയാൽ അന്ന് മുതൽ ഒരു സൂക്ഷ്മത തീർച്ചയായിട്ടും വേണം. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് നാളെ ശരിയാവും അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാവും എന്ന് നമ്മളത് എന്താ പറയുക ഒഴിച്ചു വിടുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നം. ഇപ്പൊ ഒരടി കൊടുത്ത ഒരുത്തന് രണ്ടാമത് അടിക്കാൻ മടി ഉണ്ടാവില്ല, മനസ്സിലായിട്ട്? ആ ഒറ്റ അടിയിൽ നമ്മൾ അവിടെ നിർത്തിയാൽ, അവിടെ തടഞ്ഞാൽ പിന്നെ അടിക്കാൻ ഭയമുണ്ടാകും. ഞാൻ പറയുന്നത്, പെൺകുട്ടികളായാലും ഇപ്പോൾ കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരെ പേടിച്ചിട്ടോ വീട്ടുകാരെ പേടിച്ചിട്ടോ ഒന്നും നമ്മുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഈ ജെനുവിനായിട്ടുള്ള വിഷമം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടത് കുടുംബക്കാരുടെയും കൂടി ഒരു ബാധ്യതയാണ്. അവരുടെയും കൂടെ ഉത്തരവാദിത്വം. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ബാധ്യത തീർന്നു ഒരിക്കലും വിചാരിക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ കയറി വരുന്ന കുട്ടികളും എന്റെ മകള് തന്നെയാണ് എന്ന് വിചാരിക്കേണ്ടത് ആ ചെക്കന്റെ കുടുംബക്കാരുടെയും ബാധ്യതയാണ്. കാരണം നമ്മുടെ മകൾ അനുഭവിക്കുമ്പോഴല്ലേ നമുക്കതിന്റെ വേദന. അതുപോലെ തന്നെയല്ലേ നമ്മളെങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയോ അതുപോലെയാണ് അടുത്തൊരു പാരന്റ്സ് അവരുടെ മക്കളെ വളർത്തി വലുതാക്കി നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊന്ന് ഒരു നിമിഷത്തെ കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോഴത്തെ ഒരു മാനസിക അല്ല, എനിക്ക് ഈ കുട്ടിയൊന്നും ഒരു നിമിഷത്തെ കാര്യമല്ല. കാരണം ഒരുപാട് കാലത്തെ എന്താ പറയാ മുറിവുകളും ചതവുകളും ഒക്കെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് നാളുകളായിട്ട് ഈ കുട്ടി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് ഈ കുട്ടി ജീവിതം മടുത്ത്, ഒരു മനുഷ്യനും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. തീർച്ചയായിട്ടും മരിക്കാൻ കിടക്കുന്നവർ പോലും ദൈവമേ ഒരു ദിവസം കൂടി എനിക്ക് നീട്ടി കിട്ടണേ പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു കുടുംബം ദരിദ്രരായ 2 മക്കളും അച്ഛനും അമ്മയും, അവർക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഈ കാലഘട്ടം അവരെ അതിന് അനുവദിക്കുന്നില്ല. അവർക്ക് അതിനുള്ളൊരു അവസരം, ഒരു മനസ്സിന് ധൈര്യം കിട്ടുന്നില്ല. ആ ഒരു മരിക്കുന്നവർ ധൈര്യമില്ലാത്തവരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മരിക്കാൻ എടുക്കുന്ന ആ ഒരു ധൈര്യം മതി ജീവിക്കാൻ എടുക്കാൻ. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അവർക്ക് ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ്റെ ഒക്കെ പുറത്താണ് അവർ ആ ഒരു തീരുമാനം എടുക്കുന്നത്. ആരെങ്കിലും ഒരാൾ കൂട്ടിപ്പിടിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അയ്യോ ദൈവമേ, നമ്മുടെ ഒന്നും പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ എന്ന് ആലോചിച്ചു പോകും. ഇപ്പൊ രേണുസുതി, ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. എത്ര എന്താ പറയുക സന്തോഷത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും ആ കുട്ടി ജീവിച്ചതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിലെല്ലാം നേരെ തിരിഞ്ഞു മറിഞ്ഞു. മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ.
ദൈവം വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഒരു മനുഷ്യനെ പാണനാക്കാനും റിച്ചാക്കാനും ഒക്കെയും ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രകൃതിയുടെ ശക്തിയെയും ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിനെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എത്ര ഊർജ്ജസ്വലതയോടുകൂടി എനിക്കും കുറെ കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പോൾ പല വട്ടവും ആ കുട്ടി ഒരു ഇന്റർവ്യൂവിൽ മറ്റേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ക്രൂശിക്കാണ്ടിരിക്കുമെന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു വലിയ മാരകമായ ഒരു രോഗം വന്ന് ജീവിതത്തോട് മല്ലടിച്ചിരിക്കുന്ന ഒരാളിനോട് പറയേണ്ട വാക്കുകളല്ല പലപ്പോഴും പലരും പറയാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം എല്ലാ മനുഷ്യനും കൊടുക്കണം. ഇപ്പോൾ കോടതിയാണെങ്കിലും എത്ര വലിയ കുറ്റക്കാരനാണെങ്കിൽ പോലും അവനെ അതിൽ നിന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കാനുള്ളൊരു അവസരം കൊടുക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ പശ്ചാത്തപിക്കാനുള്ളൊരു അവസരം കൊടുക്കൂ. തിരിച്ചു വരട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായിട്ട് തിരിച്ചു വരട്ടെ. ഞങ്ങൾ എല്ലാവരും രേണുവിന്റെ പുതിയ പുതിയ എന്താ പറയാ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ, ഒരു ഫൈറ്ററാണ് തീർച്ചയായിട്ടും. അല്ല, ആ കാര്യത്തിൽ ഞാൻ രേണുവിനെ സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം കൂരമ്പുകൾ ചുറ്റുപാട് നിന്നും വന്നപ്പോഴും എന്തൊരു മനക്കട്ടിയായിരുന്നു എന്നുള്ളതാണ്. അത് ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള ഒരു ത്വര തന്നെയാണ്. അങ്ങനെ വേണം നമ്മൾ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്നും എതിർപ്പ് കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കോൺഫിഡൻസോടുകൂടിയും നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിക്കുക തന്നെ വേണം. ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാം. അല്ല, ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും മരിക്കാൻ തോന്നുകയും ജീവിതത്തിൽ നിന്ന് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോകണമെന്നൊക്കെ തോന്നുന്ന ഒരുപാട് അവസരങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ഒരു ശരിക്കുള്ള ഒരു ഫലമല്ല എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഇപ്പോൾ ഞാൻ അതൊക്കെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത്ര നല്ല സ്നേഹം ചുറ്റുപാടിൽ നിന്നും, ഇത്ര നല്ല നല്ല അവസരങ്ങൾ, ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് ദൈവം തന്നിട്ട് ഞാൻ എന്തിനാണ് അത്രയും വലിയൊരു മണ്ടത്തരത്തിലേക്ക് എത്തിപ്പെട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതെന്ന്. അതാണ്, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ റീതിങ്ക് ചെയ്ത് ആ നല്ല ചാൻസ് എടുക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. അതെ, തിരിച്ചറിവുകൾ ഉണ്ടായിക്കൊണ്ടേ. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ഇപ്പൊ നമ്മൾ അതിലൊന്നും വല്ലാണ്ട് ഇങ്ങനെ പശ്ചാത്തപിക്കണം, തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമം നടത്തണം. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു കഥ. പിന്നെ നമുക്കൊരു ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മേ ബി. ഇപ്പോൾ ചേച്ചി പിന്നെ ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ നല്ല പാട്ടുകാരിയാണ്, നല്ലൊരു ആക്ടറാണ്, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, പിന്നെ RJ ആണ്. അപ്പോൾ കുറേ അങ്ങനെ എല്ലാ ഏരിയയിലും ചേച്ചീൻ്റെ ഒരു സിഗ്നേച്ചർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി സ്വയം ആലോചിക്കുമ്പോൾ ചേച്ചിക്കൊരു ഏറ്റവും കൂടുതൽ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഏരിയ ഏതാണ്? ഒബ്വിയസ്ലി അഭിനയവും പാട്ടും രണ്ടും എല്ലാം എനിക്ക് നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സംഗതികളാണ്. RJ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിലൂടെ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മുടെ രൂപം പോലും അറിയില്ല, എന്നിട്ട് നമ്മുടെ ശബ്ദത്തിലൂടെ അവർ നമ്മളെ സ്നേഹിക്കും. അപ്പം റേഡിയോ ചെയ്തിരുന്ന കാലത്ത് ഞാൻ വേറൊരു ലോകത്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ രൂപം അറിയില്ല, നമ്മൾ എങ്ങനത്തെ മനുഷ്യനാണ്, നമ്മുടെ സ്വഭാവം അറിയില്ല, ഒന്നും അറിയില്ല. ശബ്ദം കൊണ്ട് അവരെന്തൊക്കെയോ ഒരു രൂപം അവർ സങ്കല്പിക്കുകയാണ്. അതിൽ രസകരമായ പല അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ബഹ്റിനിലുള്ള ഒരാൾ, അപ്പം ഞാൻ ഏതോ ഒരു ചടങ്ങിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അയാൾ അവിടെ പത്രത്തിൽ കണ്ടിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നെ ഈ കൊച്ചിൻ്റെ രൂപം എങ്ങനെ. അവർ വിചാരിച്ചത് വളരെ ചെറിയൊരു കുട്ടിയാണെന്നാണ്. അപ്പോൾ പറഞ്ഞു ഒന്ന് തടിയൊക്കെ, അന്ന് ഞാൻ ഭയങ്കര തടിയുണ്ടായിരുന്നു, തടിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് നല്ല രീതിയിൽ നടക്കൂട്ടോ എന്ന്. അപ്പം അങ്ങനെയും ഉണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ മേഖലയിൽ നിന്നും വളരെ മാസ്മരികമായ അനുഭവങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുമ്പോൾ എന്തൊരു സ്നേഹമാണ് ആൾക്കാർക്ക്. അതിപ്പോൾ വാസവദത്തയോടാണെങ്കിലും അതെ, അയ്യോ ഇങ്ങനൊരു അമ്മായിമ്മേനെ കിട്ടിയിരുന്നെങ്കിൽ ചിരിച്ച് മരിച്ചേനെന്ന് പറയുന്ന എൻ്റെ മകൻ്റെ ഫ്രണ്ട്സ് മകനോട് പറയാറുണ്ട്, നിൻ്റെ തള്ളേനെ സൂക്ഷിച്ചിട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. എല്ലാം പല പല തലങ്ങളിലാണ് അതിൻ്റെ എന്താ പറയുക സന്തോഷം കിട്ടുക എന്നുള്ളത്. ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും മനുഷ്യനാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും സത്യം പറഞ്ഞാൽ. കാരണം അവരും ദൈവത്തിൻ്റെ മുന്നിൽ അവരും പ്രഷ്യസ് ആണ്. നമ്മൾ പിന്നെ നമുക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഭയങ്കര സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്കും അവരോട് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചും സ്നേഹിക്കണമല്ലോ. അപ്പോൾ എല്ലാവരോടും എനിക്കും ഒത്തിരി ഒത്തിരി
ഒത്തിരി സ്നേഹമാണ്. അതെ, പ്രേക്ഷകരുടെ സ്നേഹം തന്നെയാണല്ലോ നമ്മളെ അയ്യോ വളർത്തുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആ സ്നേഹമാണ് നമ്മുടെ ഓരോ ചവിട്ടുപടിയും. നമുക്ക് കൂടുതൽ കൂടുതൽ നന്നാക്കണം, ബെറ്റർ ആക്കണം എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവരുടെ സ്നേഹം കാണുമ്പോഴാണ്. നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? അയ്യോ നേരത്തെ പേടിക്കണ്ട, ആയിക്കോട്ടെ, പാട്ട് പാടിക്കാണ്, വേറെ ഒന്നുമല്ല. അത്രേ ഉള്ളൂ. അതായത് ഈ സെഗ്മെന്റിന്റെ പേര് ട്യൂണും മൂഡും എന്നാണ്. ഓക്കെ, ഞാനൊരു മൂഡ് പറയും, ആ മൂഡിനനുസരിച്ചുള്ള പാട്ടിന്റെ ഒരു 2 വരി ചേച്ചി പാടാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് റൊമാൻറ്റിക് മൂഡ്. ഒരു റൊമാൻറ്റിക് മൂഡ് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? പല പാട്ടുകളും ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അതിനകത്ത് നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവകവീഥിയിൽ നിന്നിയൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു, നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എന്താ ഫീല്! അടിപൊളി. പിന്നെ അടുത്തത് പിന്നെ ഒരു നൊസ്റ്റാൾജിയ, ഒരു കുട്ടിക്കാലമൊക്കെ ആലോചിക്കുമ്പോ ഏത് പാട്ടാ പാടുന്നത്? കുട്ടിക്കാലമൊക്കെ ആലോചിക്കുമ്പോ, കുട്ടിക്കാലത്തല്ല, എൻ്റെ ഒരു കൗമാരകാലത്തില്ല, ഓക്കെ ഓക്കെ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എപ്പോൾ കേൾക്കുമ്പോഴും എൻ്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പാസ്റ്റിലേക്ക് തിരിച്ചു പോകുന്ന. അതുപോലെ ഈ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അതുപോലെ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഓ, എനിക്കത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലമായിരുന്നു അല്ലേ. ഈ പടം വരയ്ക്കാനും പിന്നെ പാട്ട് പാടാനൊക്കെ അത് ഇൻബിൽട്ടായി ദൈവം കനിഞ്ഞ് തരുന്നൊരു ടാലന്റ് ആണ്. ഈ പാട്ട് പാടുന്ന ആൾക്കാർക്ക്, അതെ 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 തീർച്ചയായിട്ടും ഈ പാട്ട് പാടുന്ന മിക്കവർക്കും പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്. പാട്ട് പാടുന്ന ആൾക്കാർക്ക് എല്ലാത്തിനോടുള്ള ഒരു കഴിവുണ്ടാവും. ഞാനും പടം വരയ്ക്കും, ചിത്രം വരയ്ക്കും. എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ ചിത്രം വരയ്ക്കും. ദാസങ്കള്, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അസലായിട്ട് ചിത്രം വരയ്ക്കും. അതെ അല്ലേ? അതെ, ഒട്ടുമിക്ക പാട്ടുകാരും ചിത്രം കൂടെ വരയ്ക്കുന്നു. എൻ്റെ ഒരു ചേച്ചിക്ക് അറിയാം, അരുൺ ഗോപൻ, പാട്ടുകാരനെ. പിന്നെ പിന്നെ ഞാൻ ഇന്ന് ചേച്ചിനാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ ഹായ് പറയാൻ പുള്ളിയും പടം വരയ്ക്കും. അതെ 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 തിരിച്ചൊരു ഹായ് പറഞ്ഞു. തീർച്ചയായും. അപ്പൊ ഒരു ഹാപ്പി മൂഡ് പാട്ടും കൂടെ. ഹാപ്പി മൂഡ് പാട്ട് എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകളുണ്ട്. ഒരു ഭയങ്കര ഹാപ്പി മൂഡിലൊരു പാട്ട്, മഞ്ഞും മധുമാരിയും തൂകും മേഘമേ നളിനവനം പോകും രാജഹംസമേ, അഴകെഴും നാളിൽ അരികിൽ നീ വന്നു, ഇന്നു നീയെല്ലാം കൊണ്ടു നീ വന്നു, മഞ്ഞും മധുമാരിയും തൂകും മേഘമേ നളിനവനം പോകും രാജഹംസമേ. അതുപോലെ ഒരു വലം വരും വരും പടയുടെ ഒരു വലം തരും തരും ജനം അത് നേടി വരും. അങ്ങനത്തെ പാട്ടിലൊക്കെ ഒരു ഹാപ്പി മൂഡുള്ള പാട്ടുകളാണ്. പിന്നെ ഒരു ചോദ്യം കൂടെ നമുക്ക് ഇതിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ചേച്ചി ബ്ലസ്സി സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സത്യൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പൊ നാദൃശ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ചിദംബരത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ അതുപോലെ തന്നെ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. 100%. അയ്യോ
എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ, ഇപ്പം ഞാൻ ഈ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും എനിക്കൊരു പാഠം തന്നെയാണ്. കാരണം എനിക്ക് എല്ലാവരുടെ അടുത്തൊന്നും പഠിക്കാനുണ്ട്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് പൂവിലും പുല്ലിലും പുഴുവിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ചുറ്റുപാട് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കാൻ നമ്മൾ മരണം വരെയും നമ്മൾ പഠിക്കുകയാണ് ഒരു മനുഷ്യൻ. പലതും ഇപ്പോൾ മോനിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ടാവും, ഇവിടെ വന്ന പല ആൾക്കാരിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ടാവും. അപ്പം ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും പഠിക്കാനുള്ള ഓരോരോ പാഠങ്ങളാണ്. മരിക്കും വരെ വിദ്യാർത്ഥികളാണ്. അതെ, മരിക്കും വരെ വിദ്യാർത്ഥിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ എന്തായാലും പഠിച്ചുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോവാ. തീർച്ചയായിട്ടും ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും വരട്ടെ. ഞങ്ങളെ ഇപ്പോൾ നമ്മളൊക്കെ എന്റർടൈൻമെന്റ് ഫീൽഡിലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇനിയും ചേച്ചിക്ക് ഒരുപാട് ഈ പറയുന്ന മേഖലകളിലൂടെയൊക്കെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. അല്ല, അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്കിപ്പം ഇപ്പോൾ ഒരു പാട്ട് സ്ഥിരമായിട്ട് വേദിയിൽ പാടുന്ന ഒരാൾക്ക് ചിലപ്പോൾ തൊണ്ട സുഖമില്ലാണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തലവേദനയായിരിക്കാം. അപ്പം എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ആ ഒരു എന്താ പറയുക മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ആ ഒരു എബിലിറ്റിനെ ചില സമയങ്ങളിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡൗൺ ആക്കുമായിരിക്കാം. അപ്പം ആ സമയങ്ങളിലും താങ്ങായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു പ്രേക്ഷകനെ അല്ലെങ്കിൽ ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് വേണ്ടത്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹമസൃണമായ ഒരു സപ്പോർട്ടാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേണ്ടത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരുത്തി തരാൻ എല്ലാ അർഹതയും അവകാശമുണ്ട്. പക്ഷെ ആ തിരുത്തി തരുന്നതിൽ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ലോലഹൃദയനായ ഒരു കലാകാരനാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി നിങ്ങൾ തിരുത്തിയാൽ അത് കുറച്ചുകൂടി എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിനിക്ക് ശരിക്കും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു എന്താ പറയുക ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇപ്പം എന്തായാലും ഗ്രേസ് അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വൻ വിജയത്തോടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ആ സീരിയൽ നന്നായി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിലെല്ലാവരും മഴതോരും മുൻപേ എന്ന് പറയുന്ന സീരിയലിൽ ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാർക്ക് പോലും അത്രയും ദൃഢമായ ഒരു കഥാപാത്രമാണ് ജോയ്സി സാറ് എഴുതി ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ മാന്ത്രികതയാണ്. ഞാൻ ജോയ്സി സാറിൻ്റെ ഒരു ഫാൻ ഗേളാണെന്ന് എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മഴതോരും മുൻപ് മാത്രമല്ല കേട്ടോ, പല സീരിയലുകളുടെയും എഴുത്തിൻ്റെയും, പണ്ടൊക്കെ ഞാൻ ഈ മഴതോരും മുൻപേ എന്ന് പറയുന്ന കഥ ഈ മലയാള മനോരമയിൽ അച്ചടിച്ച് വന്ന സമയത്തൊക്കെയും വായിച്ചിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും മികച്ചതാണ് എന്നുള്ളതാണ് അത് ആ സീരിയലിൻ്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ മാത്രമല്ല സാധാരണക്കാരന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഒരു ദൃശ്യാവിഷ്കരണമാണ്. എന്തായാലും ഇപ്പൊ ഈ പറയുന്ന പോലെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അത് പോവാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു സീരിയൽ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോവാന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഏറ്റവും അതിൽ ഈ പറഞ്ഞതുപോലെ ജെറിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എനിക്ക് അറിയിക്കാനുള്ളത്. പിന്നെ ഏഷ്യാനെറ്റിനോടും അതുപോലെ തന്നെ കലവൂർ സാറിനോടും ജോയ്സി സാറിനോടും ജോയ്സി സാറിനോടും കൂടെ അഭിനയിക്കുന്ന രേവതിക്കുട്ടി, മാമച്ചൻ, അതോടൊപ്പം തന്നെ ബാലചന്ദ്രൻ, വൈഷ്ണവി, എല്ലാവരോടും അതിനകത്ത് ഉള്ള എല്ലാ ആൾക്കാരോടും പരസ്പരം എന്താ പറയാ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാതെ പരസ്പര റെസ്പെക്റ്റോട് കൂടി പോകുന്ന ഒരു വർക്കാണിത്. ഇപ്പം എന്തായാലും ചേച്ചി ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നമ്മളേക്ക് എപ്പോഴും എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവിധ ഭാവങ്ങളും. ഋഷികേശിനും അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നല്ല ഫേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര പ്ലസന്റ് ഫേസ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്കും സമാധാനം തോന്നല. അപ്പൊ ഈ ചിരി മായാതെ അങ്ങനെ തന്നെ നല്ല നല്ല ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്രസന്റ് ചെയ്യാനൊക്കെ ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.